Welcome back to the second video of the story The Hour of Truth, a drama written by Percival Wilde. This drama discusses the corrupting influence of money on people. In the first video, we could understand that something happened in Baldwin's family. Baldwin's family is very curious to know about the involvement of Robert Baldwin in the case of wrecking of the bank, where Robert Baldwin is working as a personal assistant of John Gresham, who has been arrested by the police. However, they are very confident in the honesty of Robert Baldwin. They strongly believe that Robert Baldwin won't do anything wrong. John, shortly, I know it. John agreed that his father will do his duty. ജോൺ സമ്മതിക്കുകയാണ്. എന്ത്? മാർത്ത പറയുന്നു, യുവർ ഫാദർ വിൽ ഡ്യൂട്ടി. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഫസ്റ്റ് വീഡിയോയിൽ. മാർത്ത പറഞ്ഞു എന്ത്? റോബർട്ട് ബാൽവിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് മാർത്ത പറഞ്ഞു, നിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യുള്ളൂ. ഹീ വോണ്ട് ബോദർ അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ഇറ്റ്. അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് ആര് ബോദർ ചെയ്യൂല? റോബർട്ട് ബാൽവിൻ ബോദർ ചെയ്യൂല. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യുള്ളൂ എന്ന് ആര് തറപ്പിച്ച് പറഞ്ഞു? മാർത്ത. അപ്പോൾ അതിനോട് ജോൺ എന്ത് ചെയ്യുക? എഗ്രി ചെയ്യാണ്. ഐ നോ ഇറ്റ്, എനിക്കറിയാം. ആൻഡ് ഐ ആം നോട്ട് ഷുവർ ബട്ട് വാട്ട് ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്. ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ദേ ലുക്ക് അറ്റ് ഹിം. ഇത് പറഞ്ഞപ്പോൾ മാർത്ത ആൻഡ് ഈവി, മാർത്തയും ഈവിയും, ദേ ലുക്ക് അറ്റ് ഹിം ഇൻക്വയറിംഗ്ലി മീൻസ് ഇൻ ആൻ ഇൻക്വയറിംഗ് മാനർ. ഒരു ചോദ്യഭാവത്തോടു കൂടി ഒരു എൻക്വയറിംഗ് മാനറിൽ എന്ത് ചെയ്യുന്നു? അവർ ജോണിനെ നോക്കുന്നു. ജോൺ പറയുന്നു, ദർ ഈസ് ജോൺ ഗ്രഷാം ഗ്രോൺ റിച്ച് ഇൻ 20 years. ജോൺ ഗ്രഷാം ഹാസ് ബിക്കം റിച്ച് ഫോർ 20 years. 20 വർഷം കൊണ്ട് ജോൺ ഗ്രേഷം എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പന്നനായിട്ടുണ്ട്. ആൻഡ് ദ ഗവർണർ, ഇവിടെ ഗവർണർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഗവർണർ ഈസ് റെഫേർഡ് ടു ആസ് റോബർട്ട് ബാൽവിൻ, ഹിസ് ഫാദർ. ആൻഡ് ദ ഗവർണർ പെഗ്ഗിങ് എലോങ് മീൻസ് കണ്ടിന്യൂയിങ് ടു വർക്ക് ഹാർഡ് എന്നാണ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പെഗ്ഗിങ് എലോങ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഫ്രേസൽ വെർബാണ് കേട്ടോ. ഓക്കെ. ജോൺ പറയുന്നു, ജോൺ ഗ്രേഷം ബോസ് ഓഫ് റോബർട്ട് ബാൽവിൻ്റെ ബോസ്സായിട്ടുള്ള പ്രസിഡൻറ്റ് ഓഫ് ദ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ജോൺ ഗ്രേഷം എന്ത് ചെയ്തിട്ടുണ്ട്? 20 വർഷത്തിനുള്ളിൽ സമ്പന്നനായിട്ടുണ്ട്. അതേസമയം ജോൺ ഗ്രേഷമിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള റോബർട്ട് ബാൽവിനോ ദ ഗവർണർ പെഗ്ഗിങ് എലോങ്, ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്? പെഗ്ഗിങ് എലോങ് ആസ് ഹിസ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് കണ്ടിന്യൂയിങ് വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് $60 a week. ആഴ്ചയിൽ വെറും $60. അപ്പോൾ ആഴ്ചയിൽ വെറും $60 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ $1 എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു പ്രസൻറ്റ് റേറ്റ് അനുസരിച്ച് 73.38 ഒക്കെയാണ്. അപ്പോൾ $60 എന്ന് പറയുന്നത് 4,402.62 ഒക്കെയാണ് കേട്ടോ. അപ്പോൾ റേറ്റിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും $1. അപ്പം $60 $60 എന്ത് ചെയ്യുന്നത്? ഫാദർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളത്തിനാണ് ഫാദർ എന്ത് ചെയ്യുന്നത്? സമ്പന്നനായിട്ടുള്ള ഒരു പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ബോസിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ജോൺ കുറ്റപ്പെടുത്തുകയാണ് മാർത്ത. യുവർ ഫാദർ നെവർ കംപ്ലൈൻഡ് അബൌട്ട് ദ മണി ഓർ ദ സാലറി ദാറ്റ് ഹി ഗെറ്റ്. മാർത്ത പറയാം, നിൻ്റെ അച്ഛന് കിട്ടുന്ന സാലറിയെ കുറിച്ചിട്ട് അച്ഛന് പരാതിയൊന്നുമില്ലല്ലോ, അച്ഛൻ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. ജോൺ, നോ, ദാറ്റ്സ് എ ജസ്റ്റ് പിറ്റി ഓഫ് ഇറ്റ്. അച്ഛൻ പരാതി പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് എ ജസ്റ്റ് പിറ്റി ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് എ പിറ്റി, ദാറ്റ്സ് എ ഷെയിം. അത് നാണക്കേടാണ്. അങ്ങനെ പരാതി പറയുന്നത് തന്നെ വലിയ നാണക്കേടാണ്, ഷെയിമാണ്. ഹി ഡിഡ്ന്റ് കംപ്ലെയിൻ. അച്ഛൻ പരാതി പറഞ്ഞിട്ടില്ല. വെൽ, ശരി, ഹി വിൽ ഹാവ് ഹിസ് ചാൻസ് ടുമോറോ. ഹിയർ ജോൺ മീൻസ് ദാറ്റ് ഹിസ് ഫാദർ വിൽ ഗെറ്റ് എ ചാൻസ് ടു ടേക്ക് റിവെഞ്ച് അഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷം. ഹി വിൽ ഗോ ഓൺ ദ സ്റ്റാൻഡ്. ഫാദർ എന്ത് ചെയ്യും? ഗോ ഓൺ പ്രൊസീഡ്. ഫാദർ എന്ത് ചെയ്യും? തൻ്റെ സ്റ്റാൻഡ്, തൻ്റെ പൊസിഷനുമായി, തൻ്റെ തെളിവുമായിട്ട് മുന്നോട്ട് പോകും. ആൻഡ് വെൻ ഹി ഈസ് ത്രൂ മീൻസ് വെൻ ഫാദർ ഗീവ്സ് എവിഡൻസ്. ഹി ഈസ് ത്രൂ മീൻസ് ഫ്രേസൽ വെർബാണ്. അച്ഛൻ തെളിവ് നൽകുമ്പോൾ. വെൻ ഫാദർ ഗീവ്സ് എവിഡൻസ്, അച്ഛൻ കോടതിക്ക് തെളിവ് നൽകുമ്പോൾ, ദേ വിൽ പുട്ട് ജോൺ ഗ്രേഷം, ദ കോർട്ട് വിൽ പുട്ട് ജോൺ ഗ്രേഷം ഇൻ prison. ജോൺ ഗ്രേഷമിനെ അവർ ജയിലിൽ പ്രവേശിപ്പിക്കും. നോ ഡൗട്ട്. where he won't be able to hurt anybody for a while.
അങ്ങനെ ജയിലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ജയിലിലെത്തിക്കഴിഞ്ഞാൽ ജോൺ ഗ്രേഷമിന് കുറച്ചു കാലം ഒരാളെയും വേദനിപ്പിക്കാൻ കഴിയില്ല. Wasn't satisfied with underpaying his employees, had to rob his depositors. Not only he underpaid his workers, but he robbed his depositors. തൻ്റെ എംപ്ലോയീസിനെ, തൻ്റെ വർക്കേഴ്സിനെ കുറഞ്ഞ ശമ്പളം കൊടുത്തുകൊണ്ട് ചൂഷണം ചെയ്തിട്ടും ഹാഡ് ടു റോബ് ഹിസ് ഡിപ്പോസിറ്റേഴ്സ്, തൻ്റെ നിക്ഷേപകരെ കൊള്ളയടിച്ചതും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ലേ, അല്ലെങ്കിൽ മതിയായില്ലേ? Serves him jolly well rights. This statement is a statement that shows the speaker is very angry and upset. Serves him jolly well right. John says that John Gresham deserves that punishment well 100%. 100% അയാൾ ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ്. Martha, rather timidly, Martha reacting to the irritated voice of John Gresham. Fearfully, timidly means fearfully. ഭയത്തോടുകൂടി മാർത്ത പറയുന്നു, I don't think your father would like you to talk that way, John. മാർത്ത പറയുന്നു, his father doesn't like the way of talking of John. ജോണിൻ്റെ മകൻ്റെ ഇങ്ങനെയുള്ള സംസാരം ഒരിക്കലും ഫാദർ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിൻ്റെ അച്ഛൻ ജോൺ ഗ്രേഷമിനെതിരായിട്ട് നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജോൺ ഷ്രഗ്സ് ഹിസ് ഷോൾഡേഴ്സ്. ജോൺ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഷ്രഗ്സ് ഹിസ് ഷോൾഡേഴ്സ്, റേസസ് ഹിസ് ഷോൾഡേഴ്സ്, സ്പീക്സ് കണ്ടംപ്ച്വസ്ലി, സ്പീക്സ് വിത്തൗട്ട് എനി റെസ്പെക്റ്റ്. Martha, your father has nothing against Mr. Gresham. Martha says that Robert Baldwin has nothing against Mr. Gresham. ഗ്രേഷമിനെതിരായിട്ട് അച്ഛനൊന്നും തന്നെ ചെയ്യില്ല, റോബർട്ട് ബാൽവിൻ ഒന്നും തന്നെ ചെയ്യില്ല. മാർത്ത ജോണിനോട് പറയുന്നു, ഹി വിൽ ടെൽ ദ ട്രൂത്ത്. നിൻ്റെ അച്ഛൻ സത്യം മാത്രമേ പറയൂ. നത്തിങ് ബട്ട് ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. സത്യമല്ലാതെ നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യൂല, ഒന്നും പറയുകയില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ മാർത്ത ഉദ്ദേശിക്കുന്നത് റോബർട്ട് ബാൽവിന് പേഴ്സണലായിട്ടുള്ള ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ ദേഷ്യമോ ആരോടില്ല, ജോൺ ഗ്രേഷമിനോടില്ല. അദ്ദേഹം സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് മാർത്ത ഉദ്ദേശിക്കുന്നത്. ജോൺ, ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്റ്റഡ് ഹിം ടു ലൈ? നോട്ട് ഫാദർ, നെവർ എന്നർത്ഥം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അച്ഛൻ നുണ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന്? ഒരിക്കലുമില്ല. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, ജസ്റ്റ് ദ ട്രൂത്ത്. അച്ഛൻ സത്യം മാത്രമേ പറയൂ. ഇറ്റ് വിൽ ബി പ്ലൻറ്റി, ഇറ്റ്സ് ഇനഫ്. അത് മതി, അത് തന്നെ ധാരാളം. അച്ഛൻ സത്യം പറഞ്ഞാൽ മതി. അച്ഛൻ സത്യം പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ റിസൾട്ട്, ദ കോൺസിക്വൻസസ്. വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? വാട്ട് ഈസ് ദ റിസൾട്ട്? യെസ്, ജോൺ ഗ്രഷാം ഹാസ് ടു ഗോ ടു ജയിൽ. അച്ഛൻ സത്യം പറഞ്ഞാൽ മതി. അച്ഛൻ സത്യം പറഞ്ഞാൽ ആർക്ക് പണിഷ്മെൻറ്റ് കിട്ടും? ജോൺ ഗ്രേഷമിന്. അപ്പോൾ ജോണിന്, റോബർട്ട് ബാൽവിൻ്റെ മകനായ ജോണിന് ഒറ്റ കാര്യം മുന്നിലുള്ളൂ, എന്ത്? ജോൺ ഗ്രേഷമിന് പണിഷ്മെൻറ്റ് കിട്ടണം. ഇവി അറ്റ് ദ വിൻഡോ. ഈ സമയം നിയർ ദ വിൻഡോ, ജനലിൻ്റെ സമീപം നിൽക്കുന്ന ഇവി, ദർ ഇസ് ഫാദർ നൗ. യെസ്, ഫാദർ ഈസ് കമ്മിങ്. ദർ ഇസ് ദ ക്ലിക്ക് ഓഫ് എ ലാച്ച് കീ ഔട്ട്സൈഡ്. ഈ ലാച്ച് കീ മീൻസ് എ കീ ഓഫ് ഔട്ടർ ഡോർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഔട്ടർ ഡോർ ഓഫ് എ ഹൗസ്, ഒരു വീടിൻ്റെ പുറത്തേക്കുള്ള വാതിലിൻ്റെ കീ, താക്കോലിനെയാണ് ലാച്ച് കീ എന്ന് പറയാം കേട്ടോ. ദർ ഇസ് എ ക്ലിക്ക്. ക്ലിക്ക് മീൻസ് വേർഡ് ഓഫ് സൗണ്ടാണ്, സൗണ്ടിന് ഉദ്ദേശിക്കുന്ന വാക്കാണ് കേട്ടോ. ക്ലിക്ക് സൗണ്ട്. ദർ ഇസ് ദ ക്ലിക്ക് ഓഫ് ലാച്ച് കീ ഔട്ട്സൈഡ്. കീ തുറക്കുന്ന, ഡോറ് തുറക്കുന്ന ആ താക്കോലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഇ വി മേക്സ് ഫോർ ദ ഡോർ. ഇവി മേക്സ് ഫോർ ദ ഡോർ. മേക്സ് ഫോർ ദ ഡോർ മീൻസ്, മേക്സ് ഫോർ മീൻസ് ഫ്രൈസൽ വെർബാണ്, മൂവ്സ് ടുവേർഡ്സ് എന്നാണ് അർത്ഥം കേട്ടോ. മേക്സ് ഫോർ മീൻസ് മൂവ്സ് ടുവേർഡ്, മുന്നോട്ട് പോവുക എന്നാണ്. അപ്പോൾ ഇവി എന്ത് ചെയ്യുന്നു? ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മാർത്ത, ഇവി, മാർത്ത പ്രിവെൻറ്റ് ചെയ്യുക, തടയാണ്. മാർത്ത, ഇവി, യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ടോക്ക് ടു ഹിം ഫസ്റ്റ്. മാർത്ത ആരെ തടഞ്ഞു? അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന ഈവിയെ തടഞ്ഞിട്ട് പറയാം, നീ ഇവിടെ നിൽക്കൂ, ഞാൻ അദ്ദേഹത്തോട് ആദ്യം സംസാരിക്കട്ടെ. മാർത്ത ഹഴീസ് ഔട്ട്. മാർത്ത ഗോസ് ക്വിക്ക്ലി. ജോൺ ആൻഡ് ഈവി ലുക്ക് അറ്റ് ഈച്ച് അതർ. ജോൺ, വണ്ടർ വാട്ട് ഗ്രേഷം ഹാഡ് ടു സേ ടു ഹിം. ജോണിന് ഇപ്പോഴും അത്ഭുത. ആക്ച്വലി റോബർട്ട് ബാൽവിൻ ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് എഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷം. ജോൺ ഗ്രേഷമിനെതിരായിട്ടല്ലേ തെളിവ് കൊടുക്കാൻ പോകുന്നത്? എന്നിട്ടും എന്തിനാണ് ജോൺ ഗ്രേഷം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആളയച്ചത്? അത് അത്ഭുതമാണ്. എന്തായിരിക്കും ജോൺ ഗ്രേഷമിന് അച്ഛനോട് പറയാനുണ്ടാവുക? ഇവി ഷ്രഗ്സ് ഹർ ഷോൾഡേഴ്സ്. ഇവി തൻ്റെ ഷോൾഡേഴ്സ് മേൽപോട്ട് ഉയർത്തിയിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ പറയാം. ഹി ടേൺസ് അവേ ടു ദ വിൻഡോ.
ജോൺ ജനലിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയുന്നു, ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവി യെസ്. ദർ ഇസ് എ പോസ്. സഡൻലി ജോൺ ക്രോസസ് ടു ദ ഡോർ ആൻഡ് ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ. പെട്ടെന്ന് ജോൺ എന്ത് ചെയ്യുന്നു, ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ. ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ മീൻസ് ഓപ്പൺ സഡൻലി എന്നാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വാതിൽ തുറക്കുന്നു. ജോൺ, ഹലോ ഡാഡ്. ബോൾവിൻ, കമ്മിങ് ഇൻ ഫോളോഡ് ബൈ മാർത്ത. ഹൗ ആർ യു മൈ ബോയ്? ജോണിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഹീ ഷേക്സ് ഹാൻഡ്സ് വിത്ത് ജോൺ. ഈവി, ഹീ കിസസ് ഹർ. മാർത്ത, you are sure your shoes are in the wet, Robert? Martha asks Robert to Baldwin about if his shoes are wet. Baldwin, shaking his head. I took the car, not a drop on me, see? He came by the car, so he is not wet. See, he passes his hands over his sleeves. He goes to a chair, sits. There is an awkward pause. Awkward means difficult pause or uneasy. മാർത്ത ആദ്യം ചോദിക്കുന്ന, നനഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ബാൽവിൻ പറയുന്നത് ഇല്ല. ഷെയ്ക്ക് തല കുലുക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ കാറിലാണ് വന്നത്, അതൊരു തുള്ളി പോലും നനഞ്ഞിട്ടില്ല. തൻ്റെ കൈയിൻ്റെ ഷർട്ടിൻ്റെ കയ്യിലൂടെ ഇങ്ങനെ കൈ തടവിക്കൊണ്ട് പറയുന്നു, നോക്കൂ, ഞാനൊരു ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി പോലും ഞാൻ നനഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അവർക്കിടയിൽ ഒരു ഒക്വേർഡ് പോസാണ്, സൈലൻസാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം തോന്നിക്കുന്ന ഒരു നിശബ്ദതയാണ്. കാരണം എന്താ, നമുക്കറിയാം അത് അവർ ഇതുവരെ സംസാരിച്ചിരുന്നത്, മാർത്തയും ജോണും ഈവിയും ഇതുവരെ സംസാരിച്ചിരുന്നതും അവർ അറിയാൻ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പം അത് അച്ഛനോട് ചോദിക്കാനുള്ളൊരു പ്രയാസമുണ്ട്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസമാണ്. ജോൺ, വെൽ ഡാഡ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം യു ടോൾഡ് us സംതിങ്? ജോൺ നേരിട്ട് പറയുന്നില്ല. ജോൺ പറയുന്നു, വെൽ ഡാഡ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം യു ടോൾഡ് us സംതിങ് അബൌട്ട് ദ പ്രോബ്ലം? അല്ലേ, എന്തോ ജോൺ ആസ്ക് ഹിസ് ഫാദർ ടു ടെൽ ഹിം സംതിങ് അബൌട്ട് ദ പ്രോബ്ലം. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തൊക്കെയോ പറയാനില്ലേ? ബാൽവിൻ, ടോൾഡ് യു സംതിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. എന്തെങ്കിലും പറയാനുണ്ടോന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ജോൺ, പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു സെയിങ് തിങ്സ്. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാൽവിൻ, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ജോണെ ആളുകൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? ജോൺ, യു ക്യാൻ ഇമാജിൻ റോട്ടൻ തിങ്സ്, യു ക്യാൻ ഇമാജിൻ ബാഡ് തിങ്സ്. പീപ്പിൾ ആർ സെയിങ് അബൌട്ട് യു ബാഡ് തിങ്സ്. തെറ്റായ കാര്യങ്ങളാണ്, മോശമായ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ഐ കുഡിൻറ്റ് കോൺട്രഡിക്റ്റ് ദം. ഐ കുഡിൻറ്റ് ഡിനൈ ദം. എനിക്ക് ആളുകളോട് ആ പറഞ്ഞ കാര്യത്തെ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞ തെറ്റായ കാര്യത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല, റെഫ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ബാൽവിൻ ചോദിക്കുന്നു, വൈ നോട്ട് ജോൺ? വൈ യു കുഡിൻറ്റ് നെഗ്ലക്റ്റ് ഓർ ഡിനൈ ദം? എന്തുകൊണ്ട് ജോൺ നീ പറയുന്നത് നിനക്ക് അവരെ തിരുത്താൻ കഴിയുന്നില്ല, ഡിനൈ ചെയ്യാൻ കഴിയുന്നില്ല? ജോൺ, ബിക്കോസ് ഐ ഡിഡിൻറ്റ് നോ. എനിക്ക് അറിയില്ല, സത്യം എന്താണെന്നറിയില്ല. അപ്പോൾ ബാൽവിൻ ചോദിക്കുന്നു, ഡിഡ് യു ഹാവ് ടു നോ? ഇമോഷണലി ആസ്കിങ്, കുറച്ച് വൈകാരികമായിട്ട് ബാൽവിൻ ചോദിക്കുന്നു, ഡിഡ് യു ഹാവ് ടു നോ? അച്ഛനെക്കുറിച്ച് നിനക്ക് അറിയേണ്ടതുണ്ടായിരുന്നോ? വാസൻറ്റ് ഇറ്റ് ഇനഫ് ദാറ്റ് യു ന്യൂ യുവർ ഫാദർ? നിൻ്റെ അച്ഛനെക്കുറിച്ച് ഇത്രമാത്രം, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെക്കുറിച്ച് നിനക്ക് വേണ്ടത്ര അറിയാമായിരുന്നില്ലേ? കുറച്ചൊരു ഇമോഷണലായിട്ടാണ് ഫാദർ ചോദിക്കുന്നത്. നിൻ്റെ അച്ഛനെക്കുറിച്ച് ഇനിയും നിനക്ക് അറിയേണ്ടതുണ്ടോ? ജോൺ, ആഫ്റ്റർ എ പോസ്, ഐ ബെഗ് യുവർ പാർഡൺ സർ, ഐ ബെഗ് യുവർ ഫോർഗീവ്നെസ് സർ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്നാണ് ജോൺ പറയുന്നത്. ബാൽവിൻ, it was only a day before the smash up that I found out what Gresham was doing. So Baldwin is explaining or describing what happened in the bank, how the bank wrecked. എങ്ങനെയാണ് ബാങ്ക് തകർന്നത്? റോബർട്ട് ബാൽവിൻ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ജോൺ ഗ്രേഷമിൻ്റെ ബാങ്ക് എങ്ങനെയാണ് തകർന്നത്, എന്താണ് സംഭവിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ആര്? ബാൽവിൻ. ഇറ്റ് വാസ് ഓൺലി എ ഡേ ബിഫോർ ദ സ്മാഷപ്പ് പറഞ്ഞാൽ തകരുക, ബ്രേക്കിംഗ് ഓർ ക്രാഷ് എന്നാണ്. ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വാട്ട് ഗ്രേഷം വാസ് ഡൂയിങ്. ബാങ്ക് തകരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ എന്താണ് ഗ്രേഷം ആ ബാങ്കിൽ റോങ് ആയി ചെയ്തത് എന്ന് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ഇത് ഒരിക്കലും പത്രങ്ങൾ പറയുന്നത് പോലെ, മാധ്യമങ്ങൾ പറയുന്നത് പോലെ റോബർട്ട് ബാൽവിൻ ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ജോൺ ഗ്രേഷമിൻ്റെ കൂടെ കൂട്ടുനിന്നിട്ടില്ല. യാദൃശികമായി ആര് കണ്ടതാണ്? റോബർട്ട് ബാൽവിൻ കണ്ടതാണ്. ഹീ പോസസ്, ഹീ സ്റ്റോപ്സ്. ദേ ആർ ലിസണിങ് ഇൻറ്റൻ്റ്ലി, ദേ ആർ ലിസണിങ് വെരി കെയർഫുള്ളി. ഐ ടോൾഡ് ഹിം ഹീ വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്, ഹീ സെഡ് ഹീ കുഡിൻറ്റ്. ബാൽവിൻ പറയുന്നു, ഞാൻ
ഗ്രേഷമിനോട് ബോസിനോട് പറഞ്ഞു ഹി വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്. ഓക്കെ, എന്ത് ചെയ്യണം, ഈ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ അവസാനിപ്പിക്കണം, നല്ല രീതിയിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹി സെഡ് ഹി കുഡിൻറ്റ്. പക്ഷേ ഗ്രേഷം പറഞ്ഞു ഇല്ല, അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. Evie, as he does not continue, Evie begins to talk when Robert Baldwin does not continue. റോബർട്ട് ബാൽവിൻ സംസാരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈവി സംസാരിക്കുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചത് അച്ഛനോട് ചോദിക്കുന്നു. ബാൽവിൻ, ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹി കുഡ്. ഞാൻ ടോൾഡ്, ഇവിടെ ഹിം എന്ന് പറയുന്നത് ഗ്രേഷമാണ്. ഞാൻ ഗ്രേഷമിനോട് പറഞ്ഞു ഹി വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹി കുഡ്, അയാൾക്ക് കഴിയുന്നത് പോലെ ഈ കേസിനെ, ഈ ഒരു പ്രശ്നത്തെ നല്ല രീതിയിലാക്കി മാറ്റണമെന്ന് പറഞ്ഞു. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് വുഡ് ബി ടു ക്ലോസ് ദ ബാങ്ക് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഹി ഡിഡിൻ വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ ജോൺ ഗ്രേഷം ബാങ്ക് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ മാർത്ത പറയുന്നു ബട്ട് ഹി ഡിഡ് ഇറ്റ്, ബട്ട് ഹി ക്ലോസ്ഡ് ദ ബാങ്ക് ക്ലോസ് ചെയ്തല്ലോ. ബാൽവിൻ, ഐ മെയ്ഡ് ഹിം ടു ഡു ഇറ്റ്, ഐ ഫോഴ്സ്ഡ് ഹിം ടു ക്ലോസ് ദ ബാങ്ക് ക്ലോസ് ചെയ്യാൻ ഞാൻ അയാളെ നിർബന്ധിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹി വാസ് ആംഗ്രി, ദേഷ്യപ്പെട്ടു, വെരി ആംഗ്രി, വളരെയധികം ദേഷ്യപ്പെട്ടു. പക്ഷേ ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്, പക്ഷേ ഐ വാസ് ടു ബി ഇൻ ദ പൊസിഷൻ ടു കൺട്രോൾ. പക്ഷേ ആ സമയത്ത് ഞാൻ അയാളുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെങ്കിലും, അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നിട്ടും, അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അയാളുടെ PA ആയിരുന്നിട്ടും അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, എന്നെ അനുസരിക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്താ, ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്, എനിക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ളൊരു പൊസിഷനിലായിരുന്നു ഞാൻ. കാരണം എന്താ, ജോൺ ഗ്രേഷം എന്താണ് ബാങ്കിൽ ചെയ്തത്, മോശമായിട്ട് റോങ് ആയിട്ട് ചെയ്തത് എന്നുള്ള കാര്യം കണ്ട ഏക ഐ വിറ്റ്നസ്സാണ് ആര്, റോബർട്ട് ബാൽവിൻ. അപ്പോൾ അയാൾക്ക് അനുസരിക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ് എന്ന് പറഞ്ഞു കേട്ടോ. ഐ വാസ് ടു ബി ഇൻ പൊസിഷൻ ടു കൺട്രോൾ ഹിം. Evie, the papers didn't mention that. The papers didn't say about these things. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പേപ്പർ പറഞ്ഞിട്ടില്ലല്ലോ. ബാൽവിൻ, ഐ ഡിഡൻറ്റ് തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദം. പത്രങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല, അല്ലെങ്കിൽ അത്യാവശ്യമായി ഈ പറയേണ്ട കാര്യമില്ല. ഐ ഡിഡൻറ്റ് തിങ്ക് ഞാൻ ചിന്തിച്ചില്ല ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദം. പത്രങ്ങളോട് ഇത് പറയൽ അത്യാവശ്യമായ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിച്ചില്ല. മാർത്ത, ബട്ട് യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ. പക്ഷേ മാർത്ത പറയുന്നു യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ, യു അലോ പീപ്പിൾ ടു ഡൗട്ട് യു. അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ, അണ്ടർ എ ക്ലൗഡ് ഒരു ഇഡിയമാണ്. ഇഡിയം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇഡിയം മാച്ച് ബോക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇഡിയം അണ്ടർ എ ക്ലൗഡ്, അണ്ടർലൈൻ ചെയ്യുക. അണ്ടർ സസ്പീഷൻ എന്നാണ്. അണ്ടർ എ ക്ലൗഡ് മീൻസ് അണ്ടർ സസ്പീഷൻ, സംശയത്തിലാവുക എന്നാണ്. പക്ഷേ മാർത്ത പറയുന്നു ആളുകൾ നിങ്ങളെ സംശയിച്ചില്ലേ കുറച്ചു കാലം. ബാൽവിൻ, ഇറ്റ് വിൽ ബി ക്ലിയർ ടുമോറോ, വോണ്ട് ഇറ്റ്. ഇതൊക്കെ നാളെ എല്ലാം, എവറിത്തിങ് വിൽ ബി ക്ലിയർഡ് ടുമോറോ. എവരിബഡി വിൽ അണ്ടർസ്റ്റാൻഡ്, വിൽ നോ ടുമോറോ. എല്ലാ ആളുകൾക്കും നാളെ അറിയാം എന്താണ് സംഭവിച്ചത് എന്ന കാര്യം. ഹീ പോസസ്, ടുഡേ ഗ്രേഷം സെൻഡ് ഫോർ മീ. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഗ്രേഷം ആളയച്ചു. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours. ട്രയൽ 24 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കാൻ പോവാണ്. ഐ ആം ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. അയാൾക്കെതിരായിട്ടുള്ള ഏകസാക്ഷി ഞാനാണ്. ഹി ആസ്ക്ഡ്, അങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യു ക്യാൻ ഗസ് വാട്ട് ഹി ആസ്ക്ഡ് മീ. എന്താണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ? ജോൺ ഇൻഡിഗ്നൻ്റ്ലി, ജോൺ ആംഗ്രിലി, ജോൺ ദേഷ്യത്തോടെ പറയുന്നു, ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ. അദ്ദേഹത്തിൻ്റെ തടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ രക്ഷിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ഹി വാണ്ടഡ് യു, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ടു ലൈ, നിങ്ങൾ കോടതിയിൽ നുണ പറയണമെന്ന്. ടു സേവ് ഹിസ് സ്കിൻ, അയാളുടെ തടി രക്ഷിക്കാൻ വേണ്ടി, അയാളുടെ ശരീരം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കേസിൽ നിന്ന് മൂരിപ്പോരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോടതിയിൽ നുണ പറയണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവാം. വാണ്ടഡ് യു ടു പേർജ് യുവർ സെൽഫ്. പേർജ് എന്ന് പറഞ്ഞാലും ലൈ എന്നാണ് നുണ പറയുക. നിങ്ങൾ സ്വയം നുണ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്ന് ദേഷ്യത്തോടുകൂടി ജോൺ പറയുന്നു. ബാൽവിൻ, ദാറ്റ് വുഡിൻ ബി നെസസറി ജോൺ. അതതിൻ്റെ എന്താ പറയുക, ദാറ്റ് വുഡിൻ ബി നെസസറി ജോൺ. അത് അത്യാവശ്യമായ ഒന്നല്ല, അത് അങ്ങനെ പറയേണ്ട ആവശ്യം തന്നെയില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് മീ ടു ഹാവ് ആൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. നുണ പറയണമെന്നല്ല പറഞ്ഞത്. ഹി ജസ്റ്റ് വാണ്ടഡ് മീ ടു ഹാവ് ആൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കോടതിയിൽ പറയണം, ഐ ഹാവ്
എ പുവർ മെമ്മറി, ലാക്ക് ഓഫ് മെമ്മറി, എനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പറയണം. ഐ കാൻ റിമെമ്പർ, ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് ഞാൻ കോടതിയിൽ പറയണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഇഫ് ഐ ടെൽ ഓൾ ഐ നോ ജോൺ ഗ്രേഷം വിൽ ഗോ ടു ജയിൽ. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ ജോൺ ഗ്രേഷം ജയിലിലേക്ക് പോകും. നോ പവർ ഓൺ എർത്ത് ക്യാൻ സേവ് ഹിം ഫ്രം ഇറ്റ്. അങ്ങനെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒന്നിനും അയാളെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഹി വാണ്ട്സ് മീ ടു ഫോർഗെറ്റ് എ ലിറ്റിൽ. പക്ഷേ അയാൾ എന്നെ ആഗ്രഹിച്ചത് എന്താണ്? ഹി വാണ്ട്സ് മീ ടു ഫോർഗെറ്റ് എ ലിറ്റിൽ. ഞാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തെളിവ് എവിഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഹി വാണ്ട്സ് മീ, അയാൾ എന്നെ ആഗ്രഹിക്കുന്നു ടു ഫോർഗെറ്റ് എ ലിറ്റിൽ. വിചാരണ സമയത്ത് ഞാൻ കുറച്ചൊന്ന് മറക്കണം. ജസ്റ്റ് ദ എസെൻഷ്യൽ തിങ്സ്, കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങൾ ഞാൻ മറന്നു കളയാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. വെൻ ദേ ക്വസ്റ്റ്യൻ മീ ഐ ക്യാൻ ആൻസർ. എന്താണ് ജോൺ ഗ്രേഷം റോബർട്ട് ബാൽവിനോട് ആവശ്യപ്പെട്ടത്? കോടതിയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റണം. ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി. ദേ കാൻ പ്രൂഫ് ഐ ഡു റിമെമ്പർ, ഞാൻ ഓർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കോടതിക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല. ആൻഡ് ദ യു ആർ. ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്തത്? ജോൺ ഗ്രേഷം എന്നോട് പറഞ്ഞത്. ദിസ് ഈസ് വാട്ട് യു വാണ്ടഡ് ടു ഹിയർ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് പറഞ്ഞത്. ദ യു ആർ, ദിസ് ഈസ് വാട്ട് യു വാണ്ടഡ് ടു ഹിയർ. ജോൺ, ഇറ്റ് വുഡ് ബി എ ലൈ ഡാഡ്. ജോൺ ആസ്ക് ഹിസ് ഫാദർ ഇഫ് ഹി സേസ് ഐ ഡോണ്ട് റിമെമ്പർ ഇൻ ദ കോർട്ട്, ഇറ്റ് വുഡ് ബി എ ലൈ. കോടതിയിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാവുമോ എന്നാണ് ജോൺ ചോദിക്കുന്നത്. ബാൽവിൻ സ്മൈലിംഗ് ബാൽവിൻ സേസ് ദാറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് വുഡ് ബി എ ലൈ. തീർച്ചയായിട്ടും ഒരു നുണ തന്നെയായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഡൺ എവറി ഡേ. ഇന്ന് പല ആളുകളും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് എന്താ ചെയ്യുന്നത്? നുണ പറയാണ്. എല്ലാ ദിവസവും ഈ നുണ തന്നെയാണ് പറയുന്നത്. ആൻഡ് ദേ കുഡിൻറ്റ് ടച്ച് മീ. ദേ മീൻസ് കോർട്ട് ഓർ അതോറിറ്റി, പോലീസ്. കോടതിക്ക് എന്നെ തൊടാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് എന്നെ സ്പർശിക്കാൻ കഴിയില്ല. എനി മോർ ദാൻ ദേ കുഡിൻറ്റ് കൺവിക്റ്റ് ഹിം. എന്നെ മാത്രമല്ല, മോർ ഓവർ ദ കോർട്ട് കുഡിൻറ്റ് പണിഷ് ജോൺ ഗ്രേഷം എന്നെ പണിഷ് ചെയ്യാനും കഴിയില്ല. മാർത്ത, ക്യുവറിങ് വിത്ത് ഇൻഡിഗ്നേഷൻ. ക്യുവറിങ് മീൻസ് ഷിവറിങ് വിത്ത് ഇൻഡിഗ്നേഷൻ. ഇൻഡിഗ്നേഷൻ മീൻസ് ആങ്കർ, ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് മാർത്ത പറയുന്നു, ഹൗ ഡെയർഡ് ഹി ആസ്ക് സച്ച് എ തിങ്. ആരോടുള്ള ദേഷ്യമാണ് ഈ കാണുന്നത് ഇവിടെ? യെസ്, ആങ്കർ എഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷമിനോടുള്ള ദേഷ്യം. എങ്ങനെ അയാൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു? അയാൾക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളോട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ നിർദ്ദേശിക്കാൻ എങ്ങനെയാണ് ജോൺ ഗ്രേഷമിന് ധൈര്യം വന്നത്? ദേഷ്യത്തോടു കൂടി മാർത്ത വിറക്കുകയാണ്. ഈവി, വാട്ട് ഡിഡ് യു സേ ഫാദർ? അയാളുടെ ജോൺ ഗ്രേഷമിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ ഫാദർ? ബാൽവിൻ സ്മൈലിംഗ് ആൻഡ് റേസിംഗ് ഹിസ് ഐസ് ടു ജോൺസ്. ഇതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ബാൽവിൻ എന്ത് ചെയ്തു? സ്മൈലിംഗ് ആൻഡ് റേസിംഗ് ഹിസ് ഐസ് ജോൺസ്. ജോണിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ബാൽവിൻ ചോദിക്കുന്നു, വെൽ സൺ, വാട്ട് വുഡ് യു ഹാവ് സെഡ്? വാട്ട് കുഡ് ഹി സേ ഇഫ് ഹി ഹാഡ് സച്ച് എ സിറ്റുവേഷൻ? ഇവിടെ ബാൽവിൻ ചോദിക്കുകയാണ്, മകനോട് ചോദിക്കുകയാണ്, ഇഫ് യു വർ ഇൻ ദ പ്ലേസ് ഓഫ് മീ വാട്ട് വുഡ് യു സേ ടു ജോൺ ഗ്രേഷം? നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ നീ എന്താണ് പറയുക? ജോൺ, ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡെവിൽ. ഓക്കെ, ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം, ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു, ടു ഗോ ടു ദ ഡെവിൾ, ടു ഗോ ടു ദ ഹെല്ലിലേക്ക്, നരകത്തിലേക്ക് പോകാൻ പറയുന്നത്. ഇതൊരു യൂസേജാണ്. അതായത് സെഡ് ഇൻ ആൻഡ് ആംഗ്രി, ഒരു റിജക്ഷനാണ്. ഒരു ദേഷ്യത്തോടെയുള്ള ഒരു ആംഗ്രി റിജക്ഷൻ, ദേഷ്യത്തോടെയുള്ള ഒരു റിജക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന, എതിർത്തുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രയോഗമാണ് ഗോ ടു ദ ഡെവിൾ, ഗോ ടു ദ ഹെൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പോയി നശിക്കുക, പോയി തുലയെന്നൊക്കെ പറയില്ല നമ്മൾ, അതാണ്. അപ്പോൾ ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡെവിൾ, പോയി നശിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ പറയും. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, സെഡിൻ ആൻഡ് ആംഗ്രി റിജക്ഷൻ, അതാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ് കേട്ടോ. ബാൽവിൻ നോഡിങ്, ഷെയ്ക്കിങ് ഹിസ് ഹെഡ്. ഇപ്പോൾ ജോൺ പറഞ്ഞു, ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് പറയുക, പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യും, എന്താ പറയുക, ആട്ടി ഓടിക്കുമെന്നുള്ള രീതിയിലാണ് ജോൺ സംസാരിച്ചത്. അപ്പോൾ ബാൽവിൻ പറയുന്നു, ഐ ഡിഡ്, ഞാനും അത് ചെയ്തു. ജോൺ, അപ്പോൾ ഞാനും അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനും റോബർട്ട് ബാൽവിൻ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളവിടെ പറയുന്നുണ്ട്. ബാൽവിൻ പറഞ്ഞു, ഞാനും അത് ചെയ്തു. ഐ റിജക്റ്റഡ്, ഞാനും റിജക്റ്റ് ചെയ്തു. ഐ നെഗ്ലക്റ്റഡ്. അപ്പോൾ ജോൺ
ബുള്ളി ഫോർ യു. ഈ ബുള്ളി ഫോർ യു ഗവർണർ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സർ അല്ലെങ്കിൽ ഫാദർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോൺ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇവിടെ ബുള്ളി ഫോർ യു എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പ്രഷൻ ദാറ്റ് പ്രൈസസ് സം വൺസ് കറേജ്. ഒരാളുടെ ധൈര്യത്തെ പ്രകടിപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ പ്രശംസിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ബുള്ളി ഫോർ യു ഗവർണർ എന്നാണ്. ആക്ച്വലി ജോൺ ഈസ് പ്രൈസിങ് ഹിസ് ഫാദർ ഫോർ നെഗ്ലക്റ്റിംഗ് ജോൺ ഗ്രേഷംസ് ഡിമാൻഡ്. ജോൺ ഗ്രേഷമിൻ്റെ ആ ഒരു ഡിമാൻഡിനെ അല്ലെങ്കിൽ ആ ഒരു സജഷനെ വളരെ പൂർണ്ണമായിട്ടും നിഷേധിച്ചതിനുള്ള ജോണിൻ്റെ ഒരു ഒരു കൺഗ്രാജുലേഷൻ ആണ് ഇവിടെ ബുള്ളി ഫോർ യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബുള്ളി ഫോർ യു ഗവർണർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളുടെ ധൈര്യത്തെ പ്രശംസിക്കുന്നവരും. ശരിക്കും ഇവിടെ ബോസാണ് റോബർട്ട് ബാൽവിൻ്റെ ബോസാണ് ആര്? ജോൺ ഗ്രേഷം ബോസായിരുന്നിട്ടും കൂടി റോബർട്ട് ബാൽവിൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചില്ല, സത്യത്തിൻ്റെ കൂടെ നിന്നു. അതിന് പ്രശംസിക്കുകയാണ് ആര് ചെയ്യുന്നത്? മകനായ ജോണ് ചെയ്യുന്നത്. മാർത്ത ടു ഹെർസെൽഫ്, ഐ ന്യൂ. ഇത് കേട്ടപ്പോൾ റോബർട്ട് ബാൽവിൻ പറഞ്ഞു, ഐ ഫുള്ളി നെഗ്ലക്റ്റഡ് ഹിസ് what he demanded, what he suggested. ജോൺ ഗ്രേഷം എന്താണോ സജസ്റ്റ് ചെയ്തത്, എന്താണോ ആവശ്യപ്പെട്ടതിന് പൂർണ്ണമായിട്ടും നെഗ്ലക്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ മാർത്തയും സ്വയം പറയുന്നു, ഹാഫ് ടു ഹെർസെൽഫ്, ഐ ന്യൂ, എനിക്കറിയാം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം. ബാൽവിൻ, ഐ ഡിഡ്ന്റ് യൂസ് യുവർ വേർഡ്സ് ജോൺ. യെസ്, ഇവിടെ ജോൺ പറഞ്ഞല്ലോ നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ വാട്ട് വുഡ് യു സേ. അപ്പോൾ ജോൺ എന്താ പറഞ്ഞത്? I would say to him, go to the hell or go to the devil. അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ബാൽവിൻ പറയുന്നു, I didn't use your words. നീ പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജോൺ, he is too old a friend of mine for that. He is an old friend of Robert Balvin. റോബർട്ട് ബാൽവിന് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. He can't use such words. കാരണം ചെറുപ്പം മുതലേ അവർ സുഹൃത്തുക്കളാണ്. ഇവിടെ പറയുന്നുണ്ടത് he is too old a friend of mine for that means he is an old friend of Robert Balvin. കുറേ മുമ്പ് തന്നെ അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ്, കുറേ കാലം പരിചയമുള്ള സുഹൃത്തുക്കളാണ്. ബട്ട് ഡിഡിൻറ്റ് അങ്ങനെ അത് വിചാരിച്ചിട്ട് ഡിഡിൻറ്റ് മീൻസ് മാറ്റേഴ്സ് എനി, അത് വിചാരിച്ചിട്ട് ഒരു ഫേവർ അല്ലെങ്കിൽ ഒരു സിമ്പതി ഈ ഒരു കാര്യത്തിൽ ആര് കാണിച്ചിട്ടില്ല? റോബർട്ട് ബാൽവിൻ കാണിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. ബട്ട് ഡിഡിൻറ്റ് മീൻസ് മാറ്റേഴ്സ് എനി. ഹി ഡിഡിൻറ്റ് സ്പീക്ക് ഡയറക്റ്റ്ലി അബൌട്ട് ഹിസ് ഡിസഗ്രിമെൻറ്റ്. നേരിട്ട് എന്ത് ചെയ്തില്ല? തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല, നേരിട്ട് പറഞ്ഞില്ല. ഹി ഡിഡിൻറ്റ് സ്പീക്ക് ഡയറക്റ്റ്ലി അബൌട്ട് ഹിസ് ഡിസഗ്രിമെൻറ്റ്. അതായത് വളരെ പൊളൈറ്റായിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചില്ല. ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. നേരിട്ട് പറയാതെ തന്നെ ചില സൂചനകൾ കൊടുത്തതിലൂടെ അല്ലെങ്കിൽ നൽകിയതിലൂടെ ജോൺ ഗ്രേഷം എന്ത് മനസ്സിലാക്കി? ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കി. ഇവി, വാട്ട് ഡിഡ് ഹി സേ ദെൻ? വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ? ഇവി ചോദിക്കുകയാണ്. അതായത് റോബർട്ട് ബാൽവിൻ ഒരുക്കമല്ല എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ റോബർട്ട് ബാൽവിൻ ഈസ് നോട്ട് റെഡി ടു സ്പീക്ക് ഇൻ ഫേവർ ഓഫ് ഹിം ഇൻ ദ കോർട്ട്. കോടതിയിൽ അയാൾക്ക് അനുകൂലമായി സംസാരിക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സൂചിപ്പിച്ചപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ഇവി ചോദിക്കുകയാണ്. ബാൽവിൻ, ദർ വാസിൻറ്റ് മച്ച് ടു സേ. കൂടുതലായിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഓക്കെ, നത്തിങ് ടു സേ അബൌട്ട് ഇറ്റ്. യു സീ, ഹി വാസിൻറ്റ് സർപ്രൈസ്ഡ്. വെൻ ഐ നെഗ്ലക്റ്റഡ്, ഞാൻ നിഷേധിച്ചപ്പോൾ, ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹി വാസിൻറ്റ് സർപ്രൈസ്ഡ്, അയാൾക്ക് ഒരത്ഭുതവും ഉണ്ടായിരുന്നില്ല. കാരണം ഹി ഹാസ് നോൺ മീ ഫോർ 30 years. 30 വർഷമായിട്ട് ജോൺ ഗ്രേഷമിനെ എന്നെ അറിയാം. ആൻഡ് വെൽ, വിത്ത് സിമ്പിൾ പ്രൈഡ്, കുറച്ചൊരു അഭിമാനത്തോടു കൂടി ബാൽവിൻ പറയുന്നു, ഹു ഹാസ് നോൺ മീ ഫോർ 35 years. 35 വർഷമായിട്ട്. ഹി ഹാസ് നോൺ മീ ഫോർ 35 years. 35 വർഷമായിട്ട് അയാൾക്ക് എന്നെ അറിയാം. എന്ന് പറഞ്ഞാൽ 35 വർഷത്തെ പരിചയമുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. ആര് തമ്മിൽ? ഈ റോബർട്ട് ബാൽവിനും ജോൺ ഗ്രേഷമും തമ്മിൽ. ആൻഡ് വെൽ, അതെ, വിത്ത് സിമ്പിൾ പ്രൈഡ്, കുറച്ചൊരു അഭിമാനത്തോടു കൂടി റോബർട്ട് ബാൽവിൻ പറയുന്നു, എനിബഡി ഹു ഹാസ് നോൺ മീ ഫോർ 35 years. 35 വർഷത്തോളം അല്ലെങ്കിൽ വർഷം അറിയുന്ന ഏതൊരാളും
ഡസൻറ്റ് എക്സ്പെക്റ്റ് മീ, ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കുകയില്ല, ടു ഹാഗിൾ, ടു ആർഗ്യൂ വിത്ത്, എന്നോട് തർക്കിക്കാൻ, വിത്ത് മൈ കോൺസെൻസ്. കോൺസെൻസ് മീൻസ് മോറൽ സെൻസ്, സ്വബോധത്തോടുകൂടി. 35 വർഷം എന്നെ അറിയുന്ന ഒരാളും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് സ്വബോധത്തോടുകൂടി എന്നോട് എന്ത് ചെയ്യൂല, തർക്കിക്കാൻ ഒരാളും നിൽക്കുകയില്ല, എന്നെ പ്രതീക്ഷിക്കുകയില്ല. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ്, അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ജോൺ ഗ്രേഷമിൻ്റെ സ്ഥാനത്ത്, ഇഫ് എനിബഡി ഇൻ ദ പ്ലേസ് ഓഫ് ജോൺ ഗ്രേഷം, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ്, ഞാൻ അയാളുടെ മുഖത്തടിക്കുമായിരുന്നു. ബട്ട് ജോൺ ഗ്രേഷം ആൻഡ് ഐ വർ ബോയ്സ് ടുഗെദർ. പക്ഷേ ജോൺ ഗ്രേഷമും ഞാനും കുട്ടിക്കാലം മുതലേ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ വളർന്നു വന്നത്. വി വർക്ക്ഡ് സൈഡ് ബൈ സൈഡ്. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലിയിൽ ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ഒരുമിച്ചാണ് ജോലി ചെയ്തത്. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ഹിസ് എംപ്ലോയ് എവർ സിൻസ് ഹി സ്റ്റാർട്ടഡ് in for himself. Robert Baldwin has been working for Gresham since he started business. അതായത് ജോൺ ഗ്രേഷം എന്ന് ബിസിനസ് തുടങ്ങിയോ അന്ന് മുതൽ റോബർട്ട് ബാൽവിൻ അദ്ദേഹത്തിൻ്റെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തി, അങ്ങനെയുള്ള ഒരു ആളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് റാഷായിട്ടുള്ള, റഫായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം ഓൺ ഹിസ് ഫേസ്, ഞാൻ അയാളുടെ മുഖത്തടിക്കുമായിരുന്നു എന്ന് റോബർട്ട് ബാൽവിൻ പറയുന്നു. ഹി ഈസ് ഡെസ്പറേറ്റ്, ഹി ഈസ് സാഡ്, ഹി ഈസ് ഹോപ്പ്ലെസ്. അദ്ദേഹം പ്രതീക്ഷയില്ലാത്ത ആളായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, നിരാശനായിരുന്നു. അങ്ങനെ മീനിങ് അവിടെ അങ്ങനെ കൊടുക്കാം. ഹി ഈസ് ഡെസ്പറേറ്റ്, ഹി ഈസ് സാഡ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഗ്രേഷമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം ദുഃഖിതനായിരുന്നു. ഹി ഡസൻറ്റ് നോ വാട്ട് ഹീ ഈസ് ഡൂയിങ്. അയാൾ അറിയുന്നില്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അയാൾക്ക് തന്നെ അറിയുന്നില്ല. ആ ഒരു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഹി ഡസൻറ്റ് നോ ദ സിറ്റുവേഷൻ, ഹി ഡസൻറ്റ് നോ വാട്ട് ഹീ ഈസ് ഡൂയിങ്. എന്താണ് ചെയ്യുന്നത് അയാൾക്ക് പോലും അറിയുന്നില്ല. ഓർ അല്ലെങ്കിൽ അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഹി വുഡൻറ്റ് ഹാവ് ഓഫേർഡ് മീ മണി. എന്നെ അത്രക്കും അറിയുന്ന ഒരാൾ എനിക്ക് പണം ഓഫർ ചെയ്യുമായിരുന്നില്ല. എനിക്ക് പണം വരെ ഓഫർ ചെയ്തു. ആര്? ജോൺ ഗ്രേഷം ഓഫേർഡ് മണി ആസ് എ ബ്രൈബ്. ഒരു കൈക്കൂലിയായിട്ട് പണം പോലും ഓഫർ ചെയ്തു. ആര്? ജോൺ ഗ്രേഷം റോബർട്ട് ബാൽവിന്. ജോൺ ഫ്യൂരിയസ്, വളരെ ദേഷ്യത്തോടു കൂടി ജോൺ ചോദിക്കുന്നു, ഓഫേർഡ് യു മണി ഡാഡ്? നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തോ അയാൾ? ഡു യു നോ വൈ ഡിഡ് ജോൺ ഗ്രേഷം ഓഫേർഡ് മണി? യെസ്, ഇറ്റ്സ് എ ബ്രൈബ്. It's a bribe to Robert Baldwin to speak, to talk in favor of ജോൺ ഗ്രേഷം ഇൻ ദ കോർട്ട്. കോടതിയിൽ ജോൺ ഗ്രേഷമിന് അനുകൂലമായിട്ട് പറയാൻ. എന്ത് പറയാൻ? ഐ ഡോണ്ട് റിമെമ്പർ. അനുകൂലമായിട്ട് കൂടുതലായിട്ടൊന്നും പറയണ്ട, നമ്മൾ പഠിച്ചു. ഐ ഡോണ്ട് റിമെമ്പർ. കോടതി ചോദിക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ മതി? ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രൈബ്, ഒരു കൈക്കൂലിയായിട്ട് പണം ഓഫർ ചെയ്തു. ആര്? ജോൺ ഗ്രേഷം റോബർട്ട് ബാൽവിന് പണം ഓഫർ ചെയ്തു. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.